കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ നേട്ടം രാജ്യത്തെ 95 കോടി ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ രാഷ്ട്രപതി വിശദീകരിച്ചത്. ദളിതർ, പിന്നോക്ക വിഭാഗക്കാർ, ആദിവാസി വിഭാഗക്കാർ, സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടു നിൽക്കുന്നവർ തുടങ്ങിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം രാജ്യത്തെ എല്ലാവർക്കും പോസിറ്റീവായ മാറ്റം സമ്മാനിക്കുന്നു. 2014 ആരംഭത്തിൽ രാജ്യത്തെ 25 കോടി ജനങ്ങൾക്ക് മാത്രമാണ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ നേട്ടം ലഭിച്ചിരുന്നത്. സർക്കാരിന്റെ പ്രവർത്തന ഫലമായി ഇന്നത് 95 കോടിയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് യോജനയിലൂടെ 11 കോടി സൗജന്യ വൈദ്യസഹായം ലഭ്യമാക്കിയെന്നും കഴിഞ്ഞ വർഷം മാത്രം 2.5 കോടി പാവപ്പെട്ട രോഗികൾക്ക് ഇതിന്റെ നേട്ടം ലഭിച്ചുവെന്നും രാഷ്ട്രപതി വിശദീകരിച്ചു. അഴിമതിയും കുംഭകോണവും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ വിജയിച്ചു വരുന്നു. ഇതിന്റെ ഫലമായി നികുതിദായകരുടെ ഓരോ രൂപയും രാജ്യത്തിന്റെ വികസനത്തിനും ക്ഷേമത്തിനുമായി ചിലവഴിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായ നിക്ഷേപം നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി ഇപ്പോൾ ആഗോള ചർച്ചാ വിഷയമാണ്. രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ചു ശക്തരാകുക എന്ന ശ്രീനാരായണ ഗുരു വാചകം ആവർത്തിച്ച രാഷ്ട്രപതി ഒരു രാജ്യം സ്വപ്നം കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നത് യുവാക്കളാണെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ മാത്രം 25 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സെമി കണ്ടക്ടറുകൾ, ഗ്രീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ പുതിയ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. രാഷ്ട്രപതി പ്രസംഗത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG റാംജി പദ്ധതിയെക്കുറിച്ചും രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പരാമർശിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളമുയർത്തിയിരുന്നു. ഗാന്ധിജിയുടെ ചിത്രങ്ങളുമായി എഴുന്നേറ്റ കോൺഗ്രസ്, തൃണമൂൽ, DMK അംഗങ്ങൾ പഴയ പേരും പദ്ധതിയും മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയുടെ പ്രസംഗം ആരംഭിച്ച ഘട്ടത്തിലും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. അതേസമയം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചതോടെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്തതോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായത്. പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോലും വാദ്യഘോഷവും ഉൾപ്പെടെ സ്വീകരിച്ചാണ് വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് രാഷ്ട്രപതി ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. രാഷ്ട്രപതിയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം സൃഷ്ടിച്ച് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എങ്കിൽ പോലും തടസ്സങ്ങൾ വകവയ്ക്കാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ പ്രസംഗം തുടർന്നു. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിനിടയിലും പ്രതിപക്ഷം വലിയ ബഹളം സൃഷ്ടിക്കുകയും വിവിധ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിന്റെ അജണ്ട വിശദീകരിച്ച സർവകക്ഷി യോഗത്തിന് ശേഷമാണ് ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയാണ് പാർലമെന്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജനുവരി 29 വ്യാഴാഴ്ച പാർലമെന്റിൽ സാമ്പത്തിക സർവേ സമർപ്പിക്കുകയും ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. അതേസമയം വോട്ട് മോഷണം, SIR, MGNRE, GA തിരികെ കൊണ്ടുവരിക എന്നീ വിഷയങ്ങൾ ആയിരിക്കും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോകുന്നതെന്ന് കോൺഗ്രസ് MP മാണിക്കം ടാഗോർ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.